നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമാകുന്നു. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടയിൽ കുവൈറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആക്രമണ വാർത്തകൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ചില വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗൾഫ് മേഖലയിൽ യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ വ്യോമാക്രമണ പരമ്പരകളിൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അബ്ദുൽ അസീസ് അൽ ഒതൈബിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചു. എയർപോർട്ടിലെ വിമാനങ്ങൾ മാറ്റി. ആക്രമണത്തെ തുടർന്ന് ടെർമിനൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. സാഹചര്യങ്ങൾ സായുധ സേന ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേന പൂർണ്ണ സജ്ജതയിലാണെന്നും വക്താവ് പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവരിൽ ചിലരുടെ നില വളരെ ഗുരുതരമാണ്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടെർമിനലിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന T1 ടെർമിനൽ ജൂൺ 1 തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നത്. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും സർവീസുകൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതേ തുടർന്ന് കോഴിക്കോട് നിന്നും കുവൈറ്റിലേക്ക് പുറപ്പെട്ട IX-393 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പകുതി വഴിയിൽ കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചുവിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇറാന്റെ അധീനതയിലുള്ള ഖേഷം ദ്വീപിലെ താവളങ്ങൾക്ക് നേരെ US സൈന്യം സ്വയം രക്ഷാർത്ഥം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് US സൈനിക കേന്ദ്രങ്ങളും സഖ്യരാജ്യങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മിസൈൽ ആക്രമണം ശക്തമാക്കിയത്. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഖേഷം ദ്വീപിലെ തങ്ങളുടെ മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഭീകരസേനയുടെ കടുത്ത അഹങ്കാരത്തിനും ആക്രമണത്തിനുമുള്ള മറുപടിയാണിതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖേഷം ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ശക്തമായ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ്. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ കേന്ദ്രത്തിന് നേരെയും കുവൈറ്റിലെ അമേരിക്കൻ സൈനികരുടെ താമസ കേന്ദ്രങ്ങൾക്കും വ്യോമതാവളങ്ങൾക്കും നേരെയാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് കുവൈറ്റിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും ഫലപ്രദമായി പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് കുവൈറ്റും ബഹ്റൈനും വ്യക്തമാക്കി. തങ്ങളുടെ താൽപര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഇറാൻ സൈനിക നേതൃത്വങ്ങൾ പരസ്പരം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇത് സംഭവം വീണ്ടും കലുഷിതമാക്കുകയാണ്. അതേസമയം ബഹ്റൈനിലും കുവൈറ്റിലും ഉൾപ്പെടെയുള്ള മറ്റ് US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും ഒന്നുകിൽ തകർക്കുകയോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപ് പരാജയപ്പെടുകയോ ചെയ്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇറാനിൽ നടക്കുന്നതിനിടയിലാണ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത്. നേരത്തെ ഹോർമുസ് കടലിടുക്കിന് സമീപം തങ്ങളുടെ എണ്ണക്കപ്പലിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കേടുപാടുകൾ വന്നുവെന്നും ഇതേ തുടർന്ന് അമേരിക്ക ഇസ്രയേൽ കപ്പലിന് നേരെ നാവിക മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും IRGC അവകാശപ്പെട്ടിരുന്നു. ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനം ഉൾപ്പെടെ
ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. അമേരിക്കൻ വ്യോമതാവളത്തിനു നേരെയും പ്രവിശ്യയിലെ ഒരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഹെലികോപ്റ്ററുകൾക്ക് നേരെയും IRGC മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അമേരിക്ക ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ശക്തമായി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുമാണ്. അതിനാൽ കുവൈറ്റിനു നേരെയുള്ള ഏത് ആക്രമണവും ഒരു പ്രാദേശിക സംഭവം എന്നതിലുപരിയായി അന്താരാഷ്ട്ര സുരക്ഷാ വിഷയമായി മാറുന്നത് പതിവാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതീവ സംഘർഷപൂർണ്ണമാണ്. പശ്ചിമേഷ്യയിലെ വിവിധ മേഖലകളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണ ഭീഷണികൾ ഉയർന്നുവരുന്നുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഇറാൻ എണ്ണ ടാങ്കറിന് നേരെ US സെൻട്രൽ കമാൻഡ് മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പുതിയ സംഘർഷങ്ങളുടെ തുടക്കം. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നു. ഇതിന് പിന്നാലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടെയാണ് ഹോർമസിനോട് ചേർന്ന് കിടക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാന മേഖലയായ ഖേഷം ദ്വീപിന് നേരെ US സെൻട്രൽ കമാൻഡ് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ദ്വീപിലെ വാർത്താവിനിമയ ടവറുകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തതായാണ് അമേരിക്കയുടെ അവകാശവാദം. ഇതിനിടയിലാണ് കുവൈറ്റ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത്. ആക്രമണ വാർത്തകൾ പുറത്തുവന്നതോടെ സുരക്ഷാ ഏജൻസികൾ അടിയന്തര നടപടി സ്വീകരിച്ചതായാണ് വിവരം. വിമാന ഗതാഗതം നിരീക്ഷിക്കുകയും ചില സർവീസുകൾ വൈകിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സംഭവത്തിൽ ഇറാന്റെ നേരിട്ടുള്ള പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ പക്ഷേ 100% വ്യക്തത വന്നിട്ടില്ല. ഔദ്യോഗിക അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു എങ്കിലും ഇറാൻ തന്നെയാണ് കുവൈറ്റിലേക്ക് ആക്രമിച്ചത് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. ഇതേസമയം ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ ആഘാതം മുഴുവൻ ഗൾഫ് മേഖലയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. എണ്ണവില, വിമാന ഗതാഗതം, വ്യാപാരം, പ്രവാസി സമൂഹം എന്നിവയെല്ലാം പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ട്. യുദ്ധത്തിനിടെ കുറഞ്ഞത് 20 മുതൽ 28 വരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ എന്നീ 8 ഗൾഫ് രാജ്യങ്ങളിലായുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കാണ് ഇറാന്റെ ആക്രമണത്തിൽ കേടുപറ്റിയിട്ടുള്ളത്. ഇറാൻ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം സമ്മതിച്ചതിനേക്കാൾ ഗുരുതരമാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ BBC വിശകലനം ചെയ്തിട്ടുണ്ട്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, റഡാറുകൾ, റീപ്പർ ഡ്രോണുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളുണ്ടായി. UAEയിലെ അൽ റുവൈസ്, അൽ സാദർ ബേസുകളിലും ജോർദാനിലെ മുവാഫാഖ്, സാൽത്തി ബേസിലുമായി 3 താഡ് മിസൈൽ സംവിധാനങ്ങൾ തകർന്നു. ഏകദേശം $100 കോടി വിലമതിക്കുന്നതാണ് ഇതിലൊന്ന്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവവികാസങ്ങൾ ഇന്ത്യയും അടുത്തുനിന്ന് തന്നെ നിരീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ സംഭവം പോലും വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ സമാധാന ചർച്ചകൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുന്നുമുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും ലെബനാനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ദക്ഷിണ ലെബനാനിൽ നടന്ന ആക്രമണങ്ങളിൽ 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 114 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനാനും ഇസ്രയേലും തമ്മിലുള്ള 4ാം വട്ട വെടിനിർത്തൽ ചർച്ച അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഇപ്പോൾ ആരംഭിച്ചു. ലെബനാനിലെ വെടിനിർത്തൽ ലംഘിക്കുന്ന ഇസ്രയേൽ നടപടിയിൽ ക്ഷുഭിതനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിലൂടെ കടുത്ത ഭാഷയിൽ സംസാരിച്ചതായും വാർത്തകളുണ്ട്. അപ്പോൾ അമേരിക്ക പോലും ഇസ്രയേലിനോട് പറയുകയാണ് യുദ്ധമൊന്ന് നിർത്താൻ. പക്ഷേ നെതന്യാഹു അത് കേൾക്കുന്ന മട്ടില്ല. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ മുന്നോട്ടു പോകുന്നതായി ട്രംപ് പറയുന്നുണ്ടെങ്കിലും വ്യവസ്ഥകളിൽ ഇരു രാജ്യങ്ങളും പൂർണ്ണമായ ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾക്ക് എത്രയും വേഗം കൈമാറണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. ഹോർമസ് തുറന്നാലും ഉപരോധ നടപടികൾ പിൻവലിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതേസമയം ഹോർമസ് കടലിടുക്കിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.